ലോക്കിയും അതായത് ചുരങ്ങിയും കെയിൽ ലീവ്സും കൂടി ഒരു ഹെൽത്തി ഡെലീഷ്യസ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെയിൽ ലീവ്സ് വെള്ളത്തിൽ കഴുകി 4-5 പ്രാവശ്യം കഴുകണം, എടുത്തിട്ടുണ്ട്. ഒരു ചുരങ്ങ അതുപോലെ കഴുകി എടുത്തിരിക്കുന്നു. പകുതി സവാളയും കുറച്ച് കറിവേപ്പിലയും 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടാതെ കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട്. ചുരങ്ങ ആദ്യമായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെയിൽ ലീവ്സ് തണ്ട് പ്രത്യേകിച്ചും ലീവ്സ് പ്രത്യേകിച്ചുമായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കെയിൽ ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കെയിൽ സ്റ്റംസ് പ്രത്യേകം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചുരങ്ങ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക്സും ഇഞ്ചിയും മല്ലിയിലയും ഒക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ കുക്കിംഗ് ഓയിൽ എടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് അതിലേക്ക് ഇടാം. കുക്കിംഗ് ഓയിലൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാൻ 2 സ്പൂണോളം ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനോട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് സവാള കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. കുറച്ചു നേരം അടച്ചു വെച്ചതിന് ശേഷം സവാളയൊക്കെ ഒന്ന് വയന്നു വരുമ്പോൾ ആ കെയിൽസിൻ്റെ സ്റ്റെമ്മ് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറച്ചു നേരം വേവിക്കാൻ അനുവദിക്കാം. കെയിൽ ലീവ്സിൽ ധാരാളം വിറ്റമിൻസ് എ, സി, കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇൻഫ്ലമേഷൻ കുറക്കുവാനും കൂടാതെ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിയുമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. ചുരങ്ങയിലാണെങ്കിൽ ധാരാളം ഫൈബർ കൂടാതെ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനത്തിനും BP കുറക്കുവാനും മറ്റും സഹായിക്കുന്നു. ഇനി അതിനോട് ആ ചുരങ്ങ കഷ്ണങ്ങൾ കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്പൈസസ് ചേർക്കാം. വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1/4 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ മിക്കവാറും എല്ലാ പച്ചക്കറികളിലും കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് നേരം വേവാൻ അനുവദിക്കാം. കെയിലുകൊണ്ട് ഏത് രീതിയിൽ തോരൻ ഉണ്ടാക്കിയാലും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലീഫി വെജിറ്റബിൾ തോരൻ ഏതാണ്? കമൻറ്റ് ചെയ്യാമോ? എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കെയിൽ ലീവ്സ് സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അവയൊക്കെ ഒന്ന് ഒരു 10-15 മിനിറ്റ് നേരം വേവിക്കാൻ അനുവദിക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. കെയിൽ ലീവ്സിലായാലും ചുരങ്ങയിലായാലും ധാരാളം വാട്ടർ കണ്ടന്റ് ഉള്ളതിനാൽ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള ലോക്കി കെയിൻ ലീവ് സ്റ്റിർ ഫ്രൈ റെഡി. അത് ഇനി ആവശ്യത്തിന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ളൊരു തോരനാണിത്. കെയിൻ ലീവ്സ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.